നമുക്കൊപ്പം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, ചില പ്രേക്ഷകരൊക്കെ പറയുകയായിരുന്നു ജനകീയ തെരച്ചിൽ ആവശ്യമായ ഒന്നായിരുന്നു. എന്തെങ്കിലും ഒരു സംശയം ആളുകളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരമനുസരിച്ച് നമ്മൾ ഞായറാഴ്ച കൂടി ഈ തെരച്ചിൽ തുടരുമെന്നാണല്ലേ? അതെ, തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, ഇതിൻ്റെ വിഷയം ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നൊരു അഭിപ്രായം കൂടിയാണിത്. കാരണം തെരച്ചിൽ നല്ല നിലയിൽ നടക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഈ ദിവസങ്ങളിൽ എല്ലാ നിലയിൽ നടന്നു. മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ തെരച്ചിൽ സ്വാഭാവികമായും ആ പ്രദേശത്തുള്ളവർക്ക് കൂടി അവരുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവർ വീട്, പരിസരം, ഇവിടെയൊക്കെ അവർക്ക് കൂടി വന്ന് തെരച്ചിലിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് കൂടുതൽ ജനകീയമായി മാറും എന്ന് മാത്രമല്ല, അവർക്കതിൽ ഓരോ കാര്യങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്താനൊക്കെ സാധിക്കുന്നൊരു സ്ഥിതി വരും. ആ നിലയിലാണ് പ്ലാൻ ചെയ്തത്. പ്ലാൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരുന്നത്. പ്രധാനമന്ത്രി നാളെ 12 മണിക്കാണ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ 24 മണിക്കൂർ മുമ്പ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഇന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടൊരു 11 മണിയാകുമ്പോൾ തെരച്ചിൽ ഇന്ന് നിർത്തേണ്ടി വരും. ക്യാമ്പുകളിൽ നിന്ന് 190ഓളം പേർ തെരച്ചിൽ പങ്കുകൊള്ളാൻ സന്നദ്ധ അറിയിച്ചവരാണ്. എന്നാൽ നമ്മൾ അരുണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ വരാൻ തയ്യാറാണ് എന്ന് പറയുന്നവരൊക്കെ തന്നെ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ മാനസികമായി പ്രയാസം അനുഭവിക്കും. ഇപ്പോൾ അരുണിന് അനുഭവമുണ്ട്, എനിക്ക് അനുഭവമുണ്ട്, ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട് അനുഭവം. നമ്മളവിടെ എത്തി നമ്മളൊന്ന് ഒറ്റയ്ക്ക് അവിടെ നിന്ന് നോക്കും. ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നും ജീപ്പ് പോയി തിരിച്ചിങ്ങനെ ഒറ്റയ്ക്ക് നടന്നിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ വല്ലാത്ത കുട്ടികളുടെ ശബ്ദം, അവിടെ ഒന്നാമത് ആളുകൾ ആ സ്ഥലത്തെക്കുറിച്ച് വല്ലാതെ ആളുകൾ പരസ്പരം സ്നേഹിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ പ്രായമായവർ ഇരിക്കുന്ന സ്ഥലം കാണുന്നു, കുട്ടികൾ കളിക്കുന്ന ഫീല് വരുന്നു, അവരുടെ ഒച്ച വരുന്നു. വല്ലാത്തൊരു മാനസികമായ പ്രയാസം എനിക്കുണ്ടായിട്ടുണ്ട്, നമുക്കൊക്കെ ശരിയാണ്. അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ പൈക്കുട്ടികളും നായ്ക്കുട്ടികളും ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ഇവരവിടെ ചെല്ലുന്ന സമയത്ത് അത് അടുത്ത് വരുമ്പോൾ ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം അങ്ങ് പൊട്ടിപ്പോവും അല്ലേ? അപ്പോൾ അതുകൂടി നമ്മൾ നോക്കണം. അതിൻ്റെ ഭാഗമായി മറ്റ് മാനസികമായ എന്തെങ്കിലും പ്രയാസം വരുമോ എന്നുള്ളതും നമ്മൾ നോക്കണം. അപ്പോൾ അതുകൊണ്ട് മെൻ്റലി സ്റ്റേബിളാണെന്ന് ഉറപ്പ് വരുത്താവുന്ന ആളുകളെ കൂടി മാത്രമേ നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. പക്ഷേ അത് നമുക്ക് പറയാൻ അളവ് മനസ്സിലാക്കാനും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മെൻ്റലി ഒക്കെ സ്റ്റേബിളാണെന്ന് കരുതുന്നവർ അവിടെ എത്തിയാൽ പൊട്ടിപ്പോവും, പ്രയാസപ്പെട്ടു പോവും. അപ്പോൾ അതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കഴിഞ്ഞ് പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടി ഈ ജനകീയ തെരച്ചിൽ ഉണ്ടാകും. നമ്മൾ ഇന്നിപ്പോൾ ക്രമീകരണം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഇവരെ ഇവിടെ നിന്ന് ഇപ്പോൾ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്കുള്ളവരെ ജീപ്പിൽ കൊണ്ടുപോകും. അതിനുശേഷം അവർ പറയുന്ന സ്ഥലത്തൊന്നും തെരച്ചിൽ നടത്തി തിരിച്ചു കൊണ്ടുവരും, അങ്ങനെയാണോ? അതെ, മുണ്ടക്കൈ ഇപ്പോൾ എല്ലാവരും എത്തി തുടങ്ങി. നമ്മളൊരു കേന്ദ്രത്തിലെത്താൻ പറഞ്ഞു, എത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്. പോലീസ് മേധാവിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അതുപോലെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വാഹനത്തിൽ അങ്ങോട്ട് പോയി അവിടെ നിന്ന് പോകേണ്ട ഇടങ്ങളിലേക്ക് പോയി കാര്യങ്ങൾ പരിശോധിച്ച് വരിക എന്നുള്ളതാണ് ഇന്നത്തെ. മിനിസ്റ്ററും കൂടെ പോകുന്നുണ്ടോ ഇവർക്കൊപ്പം ഉള്ളത്? അപ്പോൾ ആ നിലയിൽ എല്ലാവരും അവിടുത്തെ, അതെ ഞാനും പോകുന്നുണ്ട്, കൂടെ പോകണം എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ കൂടെ പോകണം, അവർക്കൊപ്പം പോയി നമ്മൾ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ്. ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കുറേ കൂടി അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ കൂടിയുള്ള ഒരു അവസരമാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട്. അല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കൺസൾട്ടേറ്റീവ് പ്രോസസ്സ് വേണമല്ലോ ഇതിൽ. ഒരു കാര്യം കൂടി ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചത്, ഇതിപ്പോൾ മാനസികമായി അവരെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക കൂടി വേണമല്ലോ, അതിൻ്റെ കൂടി ഭാഗമാണോ ഈ എക്സസൈസ് എന്നാണ് ചോദിച്ചത്. കാര്യം യാഥാർത്ഥ്യം തിരിച്ചറിയണം അവർ എന്നുള്ളത്. അതെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി അവൻ്റെ കുടുംബം, അതുപോലെ തന്നെ മണ്ണിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, ആ മണ്ണ്, പ്രത്യേകിച്ച് കർഷകരൊക്കെ ആണെങ്കിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പലരും വിദേശത്തോ അവിടെ ഇവിടെയൊക്കെ പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാവാം. പക്ഷെ എന്നാൽ മണ്ണിൽ തന്നെ കഴിയുന്നവരാണ് വലിയൊരു ശതമാനം. ആ മണ്ണിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ണ് വിട്ടുപോകും. അപ്പോൾ ഇത്രയധികം ദിവസം ദുരന്തത്തിൻ്റെ ഭാഗമായി അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും മാറി നിന്നിട്ടുള്ളത്. അതിനുശേഷം അവരവിടേക്ക് പോകുമ്പോൾ പഴയ ഒരു സ്ഥലമേ അല്ല, നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അരുണിനറിയാം, അനുഭവം അറിയാമല്ലോ, ഞാൻ പറയണ്ട. നമ്മൾ പണ്ട് കണ്ട വീഡിയോ, പണ്ട് കണ്ട ഫോട്ടോ
അപ്പോൾ അവിടെ പോകുമ്പോഴുള്ള സ്ഥിതി ഒരു മരുഭൂമി പോലെയാണ്. അപ്പോൾ അതവർക്ക് അവിടെ പോയാൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. എന്നാൽ അവർക്ക് അവരുടേതായ ചില അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറ്റും, ചില നിർദ്ദേശങ്ങൾ പറയാൻ വേണ്ടി പറ്റും. ആ നിർദ്ദേശങ്ങൾ വിലയേറിയതാണ്. അത് വിലയേറിയ നിർദ്ദേശമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നത് ചെയ്യണം, ഇന്നത് കൂടി ചെയ്തുകൂടെ എന്നൊക്കെ അവർ ചോദിച്ചാൽ അതിനെ ഏറ്റവും വില കൽപ്പിക്കുന്നവരായിട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അത് നമ്മുടെ ഒരു മാതൃക കൂടിയാണ്. നമ്മളതിനെ ജനകീയ തെരച്ചിൽ എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത് നമ്മളും സർക്കാരും സംവിധാനവും ഒന്നും വേറെ അല്ലല്ലോ എന്നൊരു തോന്നൽ സ്വാഭാവികം അവർക്കുണ്ടാവും. അവർ തിരയാനുള്ളതെല്ലാം തിരഞ്ഞു, ഇനി നമ്മുടെ വിധി എന്നുള്ളത് അവർക്ക് അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മിനിസ്റ്റർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞു നമ്മുടെ ക്വാർട്ടേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. 100ഓളം സർക്കാർ സംവിധാനത്തിലുള്ള വീടുകൾ ഇതിനകം കണ്ടെത്തി അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ ഈ സ്കൂളിൽ നിന്ന് ഇവരെ മാറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഒരു കണക്കുകൂട്ടൽ, ഏകദേശം ഒരു കണക്കുകൂട്ടൽ? നമ്മൾ എത്രയും വേഗത്തിൽ മാറ്റണം എന്നുള്ളത് എന്തായാലും കുറച്ച് ദിവസം കൂടി പിടിക്കും എന്നുള്ളത് വസ്തുതയാണ്, നമുക്കറിയാം. എന്നാൽ എത്രയും വേഗത്തിൽ, അതിന് ഇന്ന ഡേറ്റ് എന്നില്ല, എത്രയും വേഗത്തിൽ സാധിക്കുന്നു അത്ര തന്നെ പറ്റും. ഇപ്പോൾ ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ കണ്ട ഗുണം, ഇന്നലെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു PWD ക്വാർട്ടേഴ്സ് പോയി. 3 ബെഡ്റൂം അവിടെ തന്നെയുണ്ട്. അപ്പോൾ 3ഉം 4ഉം ബെഡ്റൂമുള്ള ക്വാർട്ടേഴ്സുകളാണ്, വീടുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എത്രയും വേഗത്തിൽ സാധ്യമാകുന്ന എല്ലാ പ്രവൃത്തിയും നടത്തി എത്രയും വേഗത്തിൽ അവരെ മാറ്റണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇന്നിപ്പോൾ കേന്ദ്ര സംഘം എത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ഈ L3 കാറ്റഗറിയിലുള്ള അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. ഈ ഒരു ആവശ്യം ഇനിയിപ്പോൾ സാങ്കേതികമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുമോ, അതല്ല അവർ മനസ്സിലാക്കി തിരിച്ചുപോയി അവരാണോ അത് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? നമ്മൾ അങ്ങനെ ഒരു ആവശ്യം അവരുടെ മുന്നിൽ വയ്ക്കാനുള്ള സാധ്യത, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടോ? അല്ല, അവരിപ്പോൾ ഇന്ന് എത്തി അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് അവർ തന്നെ റിപ്പോർട്ടിനകത്ത് കാര്യങ്ങൾ എഴുതും. എന്നാലും ഞങ്ങൾ നേരിട്ടൊന്ന് പോയി കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് പോയി അവരുള്ള സ്ഥലം നോക്കി ഒന്ന് കാണണമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവരെ കണ്ട് ഈ അഭിപ്രായം കൂടി പറയും. ഇത് അവർ ബോധ്യപ്പെടും. L3-ലാക്കണം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഈ നാടിൻ്റെ ആവശ്യം, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം, ലോകത്താകെയുള്ള മലയാളികളുടെ ആവശ്യം, മലയാളിയല്ലാത്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇത് സസൂക്ഷ്മം ഈ ദുരന്തത്തെ മനസ്സിലാക്കിയവരുടെ ആവശ്യം അവരെ അറിയിക്കും, നേരിട്ട് അറിയിക്കും. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഞങ്ങൾ ഇന്നലെ നത്തുകുനിയിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ്. നമ്മൾ ഈ നല്ല കാര്യങ്ങൾ പറയുന്നതിനിടയിലും ചില ആളുകളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതാണ്, എന്നാൽ ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു 109 വീടുകൾ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പുനരധിവാസത്തിന് വെച്ചു കൊടുത്തിരുന്ന വീടുകളാണ്. ആ വീടുകൾ നമുക്ക് പലതും വെള്ളം അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ 100ഓളം വീടുകളിൽ നമുക്ക് ഈ പുനരധിവാസം സാധ്യമാണ്. അതിന് എനിക്കൊന്നും ഇപ്പോൾ അവിടെ ആളുകൾ താമസിക്കുന്നില്ല, അവരിപ്പോൾ മറ്റ് സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അതുകൂടി ഒന്ന് പരിഗണിക്കുമോ മിനിസ്റ്റർ? തീർച്ചയായിട്ടും അത് പരിഗണിക്കാം. ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വളരെ നന്നായി. ഇതുപോലുള്ള സാധ്യതകൾ ഏതൊക്കെയെന്ന് ഇനിയും ചൂണ്ടിക്കാട്ടണം. ഇതിൽ വലിയ സഹായമാണ് നിങ്ങളുടെ ഈ ചൂണ്ടിക്കാട്ടലുകൾ കൊണ്ട് സർക്കാരിനുണ്ടായിട്ടുള്ളത്. എല്ലാവരും, റിപ്പോർട്ടർ TV, അതുപോലെ മറ്റ് ചാനലുകൾ, മറ്റ് മാധ്യമങ്ങൾ എല്ലാവരും ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ TV ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾ പരമാവധി ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ ഞങ്ങളെല്ലാവരും ഫോളോ അപ്പിന് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് നമ്മൾ പറയുന്നത്, കാരണം മന്ത്രിമാരടക്കം MLA-മാരടക്കം ഒരു വാർഡ് മെമ്പറെ പോലെ നിന്ന് ആ സേവന പ്രവർത്തനങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഭാഗമായി എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് മിനിസ്റ്റർ. അത് സത്യമാണ്, നിങ്ങളെ അനാവശ്യമായി നമ്മൾ പുകഴ്ത്തുകയല്ല. പക്ഷേ ആ സാന്നിധ്യം നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. MLA സിദ്ദീഖിൻ്റെയും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും IC ബാലകൃഷ്ണൻ, താങ്കളെപ്പോലുള്ള മിനിസ്റ്റർ, അതേപോലെ K രാജൻ മിനിസ്റ്റർ, നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് അവിടെ നിന്നത്. അതൊരു കാഴ്ച തന്നെയായിരുന്നു, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മിനിസ്റ്റർ, ഇനിയിപ്പോൾ എന്താ, ഞാൻ സമയം വൈകിക്കുന്നില്ല, എല്ലാവരും തയ്യാറെടുത്തിട്ടുണ്ടാവുമല്ലേ? 3-4 ജീപ്പുകളിലായിട്ടായിരിക്കുമല്ലോ പോവുക നിങ്ങൾ? അതെ, തയ്യാറെടുത്ത്, അതെ ജീപ്പുകളൊക്കെ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പോകാൻ വേണ്ടി റെഡിയായിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. ഞായറാഴ്ചയും ഉണ്ടാകും. ഞങ്ങളുടെ വാർത്താ സംഘം പൂർണ്ണമായിട്ടും ഉണ്ടാവും, കാരണം ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകർ കാണേണ്ടതാണ് എന്നുള്ളത് കൊണ്ട്. താങ്ക് യു മിനിസ്റ്റർ. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട് മിനിസ്റ്റർ, അവസാനിപ്പിക്കുന്നതിന് മുമ്പേ. നമ്മളുടെ ഇനി കുറേ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. അവർ ഈ പെയിൻറ്റിങ് തൊഴിലാളികൾ, വീട് തേക്കാൻ പോകുന്നവർ, അതേപോലെ മരപ്പണിക്കാർ, ഇവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് പറയും, ഒരുപാട് പേര് വിളിച്ചു പറയുന്നത്, ഞങ്ങളൊക്കെ ഞങ്ങളുടെ അധ്വാനം കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ കയ്യിൽ കാര്യമായ പണമൊന്നുമില്ല, പക്ഷേ ഞങ്ങളിവിടെ വന്ന് ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറാണെന്നൊക്കെ പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇതൊരു വല്ലാത്തൊരു കാഴ്ചയാണല്ലേ ആ അർത്ഥത്തിലും? വല്ലാത്തൊരു കാഴ്ചയാണ്. അവരവർക്ക് സാധിക്കുന്ന നിലയിൽ അവരവർ സഹായിക്കാൻ തയ്യാറാവുകയാണ്.
പലരും ഇപ്പോൾ ശാരീരിക പ്രയാസം അനുഭവിക്കുന്നവർ അവരെ കൊണ്ട് പറ്റുന്ന നിലയിൽ സഹായിക്കാൻ വേണ്ടി വരികയാണ്. ഇതൊക്കെ വല്ലാത്തൊരു അനുഭവം കൂടിയാണ്, വല്ലാത്തൊരു അനുഭവമാണ്. മനുഷ്യർ എങ്ങനെയാണ് ഒരു പ്രയാസഘട്ടത്തിൽ ഒന്നിക്കുന്നത്, സർവ്വതും നൽകാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയായി നമുക്കിത് കാണാം. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം ഏറെ പ്രയാസകരമായ അനുഭവങ്ങൾ സൃഷ്ടിച്ചു. അതുപോലെ ഈ ദുരന്തത്തിന് കൈത്താങ്ങായി മാറാൻ, അതിജീവനത്തിന് കൈത്താങ്ങായി മാറാൻ ഇടപെട്ടവരുടെ ഞങ്ങൾക്ക് ലഭ്യമായ അനുഭവങ്ങൾ ഒരു പാഠപുസ്തകമാണ്. ഒരു പാഠപുസ്തകം എങ്ങനെ മനുഷ്യരെ ഒരുപോലെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ ഒരു പാഠപുസ്തകമാണ്. ഈ ദുരന്തമൊക്കെ കഴിഞ്ഞിട്ട് ഈ അനുഭവങ്ങളുടെ ഒരു കുറിപ്പ് വേണം. ഒരു ചെറിയ പുസ്തകമായിട്ടോ ഒക്കെ എഴുതിയാൽ ഈ പറയുന്ന മനുഷ്യരും കണ്ട അനുഭവങ്ങളും ഒക്കെ ഒരു 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 വലിയ വിഷയമായിരിക്കും. നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളല്ലേ ഇത്. അതെ, ഇന്നിപ്പോൾ രാവിലെ ഡോക്ടർ അരുൺ രാവിലെ മുടി വെട്ടുന്നവരുടെ സംഘം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റു കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളവിടെ വന്ന് ഈ ക്യാമ്പിലും മറ്റുള്ളവർക്കൊക്കെ മുടി വെട്ടാനും ഇതൊക്കെ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് രാവിലെ വിളിക്കുകയാണ്. നോക്കണം, ഓരോരുത്തരുടെയും ഒരു മനസ്സ്, ആ മനസ്സ് നമുക്ക് വല്ലാത്തൊരു അനുഭവങ്ങളാണ് നൽകുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു മിനിസ്റ്റർ. ഞാൻ സമയം അധികം എടുക്കുന്നില്ല. മിനിസ്റ്റർ തെരച്ചിലിൽ പോകേണ്ടതാണ് എന്നെനിക്കറിയാം. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട്.